ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് അരീന. ഇപ്പോൾ അവസാനിച്ച ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ ഗംഭീര പ്രകടനമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. T20 പരമ്പര ഇന്ത്യയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 4 മത്സരങ്ങളിൽ വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഏകദിന പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ വാഷ് ഔട്ട് ചെയ്തു വിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. 3 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഇന്ത്യ പരമ്പര സ്വന്തമാക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് നമുക്ക് ഇന്ത്യയെ കാണാൻ കഴിയുക. അതിനുവേണ്ടിയുള്ള ഫൈനൽ സ്ക്വാഡൊക്കെ കഴിഞ്ഞ ദിവസം ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെയാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുക. പാകിസ്ഥാനിലും അതുപോലെ തന്നെ UAE-യിലും വെച്ചുകൊണ്ടാണ് ഈ ടൂർണമെന്റ് അരങ്ങേറുക. ഇന്ത്യ ഗ്രൂപ്പ് എയിലാണ് ഉള്ളത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ന്യൂസിലാൻഡ് എന്നിവരാണ് ഇന്ത്യയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം ഫെബ്രുവരി 20 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. ഇതിനു മുന്നോടിയായുള്ള വാമപ്പ് മത്സരങ്ങളുടെ ഒരു ഫിക്സ്ചർ ഇപ്പോൾ ICC തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യക്ക് വാമപ്പ് മത്സരങ്ങൾ അഥവാ സൗഹൃദ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നില്ല. കാരണം ഇംഗ്ലണ്ടിനെതിരെ ഒരു പരമ്പര ഇപ്പോൾ കളിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് കളിക്കേണ്ടി വരുന്നില്ല, ഓസ്ട്രേലിയക്ക് കളിക്കേണ്ടി വരുന്നില്ല. അതേസമയം പാകിസ്ഥാൻ കളിക്കുന്നുണ്ട്. പക്ഷെ അത് 3 സെപ്പറേറ്റ് ടീമുകളായിക്കൊണ്ടാണ്. പാകിസ്ഥാൻ ഷഹീൻസ് എന്ന പേരിലുള്ള ടീമുകളാണ് വാമപ്പ് മത്സരങ്ങൾ കളിക്കുന്നത്. ഏതായാലും ആ ഒരു വാമപ്പ് മത്സരങ്ങളുടെ ഫിക്സ്ചർ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഫെബ്രുവരി 14 നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ഷഹീൻസും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഏറ്റുമുട്ടുക. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഫെബ്രുവരി 16 ന്യൂസിലാൻഡും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. 17 പാകിസ്ഥാൻ ഷഹീൻസും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. അതും കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. ഇനി 17 പാകിസ്ഥാൻ ഷഹീൻസും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. അത് ദുബായിലെ ICC ക്രിക്കറ്റ് അക്കാദമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. ഇത്രയും വാമപ്പ് മത്സരങ്ങളാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിക്കൊണ്ട് നടക്കുന്നത്. ഇന്ത്യക്ക് ഈ ഒരു മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയെ സമീപിക്കുന്നത്. കാരണം ഏകദിന ഫോർമാറ്റിൽ ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യ ഒരു കിരീടം നേടിയിട്ടില്ല. ആ ഒരു കിരീട വരൾച്ചയ്ക്ക് വിരാമം ഇടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇറങ്ങുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.